എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകുന്ന ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബ്രെഡ് കൊണ്ടുള്ള ഈ ഐറ്റം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇത്രയും ഐറ്റമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നീട് അതിനെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഒരു 8-10 മട്ടൺ പീസസ് ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ബ്രെഡ് തയ്യാറാകുമ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 മുട്ട ഉടച്ചൊഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം. മുട്ട മാറ്റിയതിന് ശേഷം പാനിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ കൂടി ഇട്ട് കൊടുക്കുക. മട്ടൺ ഇട്ട് കൊടുത്ത് നന്നായി വെജിറ്റബിൾസുമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് ഇളക്കി എടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബ്രെഡ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.